In the name of God, most gracious, the most merciful. Respected Principal of ACE Public School, Mr. Hari Kumar, Vice Principal, Ms. Tushara, Senior Faculty Members, Mr. Vinod Kumar, Ms. Sandhya, Ms. Nisha, Ms. Bindu, Mr. Mashood, members of teaching faculty, the best part of ACE Public School, the young children, and newly elected leaders in particular. Good morning. It gives me immense pleasure to be a part of this occasion. Investiture is one of the awaited events of school. It should be enthusiastic, energetic, and inspirational. But unfortunately, we have a difficult situation due to second wave of COVID-19. So we cannot assemble in an auditorium for a colorful gathering. My dear friends, everything is uncertain in this world. Everything is unknown. We cannot change the system of this universe. We have to adjust ourselves to the system. Once Dr. Radhakrishnan went to Washington as the President of India. He was received by John F. Kennedy on the White House. When the helicopter was landed, there was a pouring rain. At that time, Mr. Kennedy went up to the president and said, Mr. President, we are very sorry. We have not found any technology to change the weather. Dr. Radhakrishnan, our president, said, Your Excellency, don't worry. Centuries ago, we learned how to live with the weather. Dear children, whatever technology we may develop, whatever things we have found, we cannot change the system of this universe. Only we can adjust ourselves to the system. ഒരു കപ്പിത്താന് കാറ്റിലും കോളിലും പെട്ട് മുന്നോട്ട് നീങ്ങുന്ന കപ്പലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെ അതിന്റെ ഗതി മാറ്റാനോ അതിനെ നിയന്ത്രിക്കാനോ ഒരു കപ്പിത്താന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അസ്ഥിരതകളെയും എല്ലാ വിഷയങ്ങളെയും മാറ്റിമറിച്ച് പുതിയ ഒരു സിസ്റ്റത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല. മറിച്ച് നമുക്ക് നമ്മെ സ്വയം നിയന്ത്രിക്കാൻ സാധ്യമാവണം. ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഉത്തരവാദിത്തമുള്ള സന്ദർഭമാണിത്. ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ലീഡേഴ്സാണ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ന്യൂലി എലക്റ്റഡ് ലീഡേഴ്സ് മാത്രമല്ല, എല്ലാവരും ലീഡേഴ്സാണ്. ഒരു വീട്ടിലെ മാതാവും പിതാവും ആ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ലീഡേഴ്സാണ്. ഒരു സ്കൂളിലെ പ്രിൻസിപ്പളും അധ്യാപകരും ആ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും ലീഡേഴ്സാണ്. ഒരു സ്ഥാപനത്തിന്റെ ഹെഡും മാനേജറും ഒക്കെ
ആ സ്ഥാപനത്തിലെ ഓരോരുത്തരുടെയും ലീഡറാണ്. കുടുംബത്തിലെ മുതിർന്ന ആളുകൾ ചെറിയ കുട്ടികളുടെ ലീഡേഴ്സാണ്. അപ്പൊ ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലീഡേഴ്സാണ്. പ്രത്യേകിച്ചും കുട്ടികൾ. യു ആർ ദ ഫ്യൂച്ചർ ലീഡേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഡർ എന്നുള്ള നിലക്ക് നമ്മൾ നിർവഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ലീഡർഷിപ്പ് ഇറ്റ് ഈസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ് ഈസ് എൻ ആക്ഷൻ. ആ ലീഡർഷിപ്പ് പ്രകടിപ്പിക്കേണ്ടത് ആക്ഷനിലൂടെയാണ്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അധികം ലീഡർഷിപ്പ് പ്രകടമാകേണ്ടുന്ന ഒരു മേഖല പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളെ കാണാൻ തയ്യാറാവുക എന്നതാണ്. ഒരാൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ, ഒരാൾക്ക് വിഷമമുണ്ടാകുമ്പോൾ, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അയാളെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ ലീഡർ. വിവാഹ സൽക്കാരങ്ങളിൽ സജീവമായി പങ്കെടുത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തു വരുന്നവനല്ല ലീഡർ. അസുഖം ബാധിച്ചു പ്രയാസപ്പെടുന്നവരുടെ വീട്ടിൽ ചെന്ന് അവരെ ശുശ്രൂഷിക്കാൻ, മരണ വീടുകളിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ, അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ലീഡർമാർ. ലീഡർഷിപ്പ് പ്രകടമാകേണ്ട മേഖല അവിടെയാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് എല്ലാ സന്ദർഭങ്ങളിലും ആളുകൾ ഓർക്കുക. അവരുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഈ സഹായിക്കുന്ന ആളുകളുടെ ഒരു ബിംബം രൂപപ്പെടും. അവരുടെ മനസ്സിൽ ഈ സഹായിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഗ്രാഫ് എത്രയോ ഉയരും. മഹാനായ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന്റെ സ്മരണകളിൽ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ള ഒരു അധ്യാപകനുണ്ട്. ആരായിരുന്നു ആ അധ്യാപകൻ? ആ അധ്യാപകൻ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. വലിയ പ്രയാസത്തോടുകൂടി ദുഃഖത്തോടുകൂടി ഒരിക്കൽ ക്ലാസ്സിലിരിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോറോട് ആ അധ്യാപകൻ ചോദിച്ചു, മിസ്റ്റർ രവീന്ദ്രനാഥ്, why are you so worried and depressed? Are you not well today? You want to talk with me? ഇത് മതിയായിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിന്. ആരെങ്കിലും എന്നെ ഒന്ന് ചോദിച്ചാൽ മതി, എന്നോട് ചില കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി, എനിക്ക് സമാധാനമാണ്. നമ്മുടെ ചെറിയ ചില തലോടലുകൾ, നമ്മളുടെ ചെറിയ ചില സംസാരങ്ങൾ, ആശ്വാസ വാക്കുകൾ, അത് മതി. ആ ഒരു ഊർജം കൊണ്ട് ദിനങ്ങളോളം ജീവിക്കാൻ മനുഷ്യന്മാർക്ക്. ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ജയില് സന്ദർശിച്ചു. ജയില് സന്ദർശിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിരുന്നു. ജയില് സന്ദർശിച്ച് ജയിലിലുള്ള ആളുകളെ, കുറ്റവാളികളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുക. പക്ഷെ സാധാരണ ജയിലിൽ താമസിക്കുന്ന കുറ്റവാളികളുടെ മുഖത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രൂരമായ ഒരു മുഖമുണ്ട്. അത് ഒരു വ്യക്തിയിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. എല്ലാവരിലും കാണുന്ന ആ ക്രൂരമുഖം. വളരെ സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ആ കുറ്റവാളികളുടെ കൂട്ടത്തിലുണ്ട്. ഈ പണ്ഡിതൻ അദ്ദേഹത്തെ ആ കുറ്റവാളിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിരസിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, മോനെ, ഏതൊരു കുറ്റത്തിന്റെ പേരിലാണ് നീ ജയിലിലെത്തിയത്? ആ കുറ്റവാളി, ആ ജയിലിലുള്ള ആ യുവാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സർ, ഇങ്ങനെ എൻ്റെ തലയിൽ തലോടി എന്നോടൊന്ന് ചോദിക്കാൻ, എന്താണ് നിന്റെ വർത്തമാനം എന്ന് ചോദിക്കാൻ, ചെറിയ ചെറിയ തെറ്റുകൾ ഞാൻ ചെയ്യുന്ന സമയത്ത് മോനെ ഇത്തരത്തിലുള്ള തെറ്റുകൾ നീ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഒരാള് എനിക്കില്ലായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ജയിലിലെത്തിയത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ തലോടലുകൾ, നമ്മുടെ ആശ്വാസ വാക്കുകളാണ് ഈ സമൂഹം കൊതിക്കുന്നത്. ഒരുപാട് പ്രശ്ന സങ്കീർണതകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് യഥാർത്ഥ ലീഡർമാർ. അത് പ്രയാസരഹിതമായ ഒരു കാര്യമല്ല, അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്, അല്ലെ? അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ യു ഹാവ് ടു if you want to shine like a sun, first burn like a sun.
സ്വയം കത്താൻ, സ്വയം കത്തിജ്വലിക്കാൻ, സ്വയം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങി ഇടപെടാൻ തയ്യാറുള്ള ആളുകൾക്ക് സൂര്യനെ പോലെ തിളങ്ങാൻ സാധിക്കുള്ളൂ. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ് ഇസ് എൻ ആക്ഷൻ. APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പലപ്പോഴായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഇന്റർവ്യൂവിൽ അദ്ദേഹം അത് പറയുമായിരുന്നു. അദ്ദേഹം പ്രൊജക്ട് ഡയറക്ടർ ഓഫ് മിഷൻ ആയിരുന്ന സന്ദർഭത്തിൽ ISROയുടെ 1973 അദ്ദേഹത്തെ വളരെ ശ്രമകരമായ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ആ കാലഘട്ടത്തിലെ ISROയുടെ ചെയർമാനായിരുന്ന സതീഷ് ധവാൻ. എന്തായിരുന്നു ഉത്തരവാദിത്വം? സാറ്റലൈറ്റ് ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക, ഓർബിറ്റിലേക്ക് എത്തിക്കുക. 7 വർഷക്കാലത്തെ നിരന്തരമായ പ്രവർത്തനം, കോടിക്കണക്കിന് രൂപയുടെ ചെലവ്, ആയിരക്കണക്കിന് എഞ്ചിനീയർമാരുടെ പ്രവർത്തനം, 10,000-കണക്കിന് വർക്കേഴ്സിന്റെ പ്രവർത്തനം, റഷ്യയിൽ നിന്നും അതുപോലെ തന്നെ USA-യിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വലിയ വിലപിടിപ്പുള്ള മെഷീനറീസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് കോടികൾ ചെലവഴിച്ച് സാറ്റലൈറ്റ് ഓർബിറ്റിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം 6 വർഷത്തിന് ശേഷം 1979 അത് പരീക്ഷിക്കാനുള്ള സന്ദർഭമായി. പരീക്ഷിച്ചപ്പോൾ ഫസ്റ്റ് ഫേസ് വിജയിച്ചെങ്കിലും സെക്കൻഡും തേർഡും ഒക്കെ അമ്പെ പരാജയപ്പെടുകയും അത് വേ ഓഫ് ബംഗാളിലേക്ക് വീണ് കത്തിച്ചാമ്പലാവുകയും ചെയ്തു. വല്ലാത്തൊരു പ്രതിസന്ധിയുടെ സന്ദർഭമാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്ത അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എന്തായാലും പ്രസ് കോൺഫറൻസ് വിളിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജ്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങളും പ്രതീക്ഷയോട് കാത്തു നിൽക്കുന്ന ആ പ്രസ് കോൺഫറൻസ് വിളിച്ചുകൊണ്ട് APJ അബ്ദുൽ കലാമിന് പറയാനുള്ളത് എന്താണ്? അത് പരാജയപ്പെട്ടു എന്നതാണ്. സഹിക്കില്ല ഒരാൾക്ക് പറയാൻ. ആ സമയത്താണ് APJ അബ്ദുൽ കലാമിന്റെ പിന്നിൽ ഒരാള് തട്ടി വിളിക്കുന്നത്, മിസ്റ്റർ കലാം, വി വിൽ കണ്ടക്ട് എ പ്രസ് കോൺഫറൻസ്. ഞാൻ കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യും ആ പത്രസമ്മേളനം എന്ന് പറഞ്ഞ് ആ തോൽവിയുടെ, പരാജയത്തിന്റെ, ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായ ആളാരായിരുന്നു? അന്നത്തെ ISROയുടെ ചെയർമാൻ സതീഷ് ധവാനായിരുന്നു. ആ സതീഷ് ധവാനെയാണ് APJ അബ്ദുൽ കലാം തന്റെ ജീവിതത്തിലെ വലിയൊരു ലീഡറായി കണ്ടെത്തിയത്. അത് മാത്രമാണോ? പരാജയപ്പെട്ടു എന്നുള്ള വിവരം ലോകത്ത് അറിയിച്ചതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ ഇത് വളരെ വിജയകരമായി പരീക്ഷിച്ചു. എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും സിഗ്നൽ വന്നു. അത് വിജയകരമായി. കോടിക്കണക്കിന് ആളുകൾ ആഹ്ലാദിക്കാൻ പറ്റുന്ന ആ ഒരു സന്ദർഭം, പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ നാവിൻ തുമ്പിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ വാർത്തകൾ കേൾക്കാൻ കോടിക്കണക്കിന് ജനങ്ങളും വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അനുഭവിക്കുന്ന ആളുകളും കാത്തു നിൽക്കുമ്പോൾ APJ അബ്ദുൽ കലാമിന് ഒരു ഫോൺ വന്നു. മിസ്റ്റർ കലാം, കൺഗ്രാറ്റുലേഷൻ, നിങ്ങളാണ് ഈ പ്രസ് കോൺഫറൻസ് നടത്തുന്നത്. ആ സമയത്ത് ISROയുടെ ചെയർമാനായിട്ടുള്ള സതീഷ് ധവാൻ പ്രസ് കോൺഫറൻസ് നടത്താൻ ഏൽപ്പിച്ചത് APJ അബ്ദുൽ കലാമിനെയാണ്. ഒരു ലീഡറുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസകരമായ സന്ദർഭത്തിൽ ആശ്വാസമായി മാറാൻ കഴിയണം. ഞാൻ ഈ സൂചിപ്പിച്ചത് ഈ സന്ദർഭത്തിൽ ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഏറ്റവും അധികം എയ്സ് പബ്ലിക് സ്കൂളിലെ എന്നെ കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖല ഈ ഒരു മേഖലയാണ്. ആരും കരയരുത്. ഈ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. യു ആർ നോട്ട് അലോൺ ഇൻ ദ ബാറ്റിൽ ഓഫ് ലൈഫ്. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഞങ്ങളുണ്ട് എന്ന് അവരോട് വിളിച്ചു പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. പ്രോഫറ്റിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. പ്രോഫറ്റ് വളരെ നല്ലൊരു ലീഡറായിരുന്നു. ഒരിക്കൽ മദീനയുടെ ഒരു മൂലയിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഇടങ്ങളിലേക്ക് എല്ലാവരും ഉള്ള ആയുധ സന്നാഹങ്ങളും ഒക്കെ വാരിക്കൂട്ടിയിട്ട് ഓടിച്ചെന്നു. ആ സമയത്ത് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മടങ്ങി വരുന്നുണ്ട്.
എന്നിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ടതില്ല, നിങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. ഈ സംസാരമാണ് നമ്മുടെ നാട്ടിൽ ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന്, ലീഡേഴ്സിൽ നിന്ന് ആളുകൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും. നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. ഓരോ ലീഡേഴ്സിന്റെ, നമ്മളിൽ നിന്ന് നമ്മുടെ വീട്ടിലുള്ളവർ കേൾക്കേണ്ടതാണ്, നമ്മുടെ പേരൻസിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടതാണ്, നമ്മുടെ അധ്യാപകരിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടതാണ്. നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ ധൈര്യമായി ജീവിച്ചോളൂ എന്ന് പറയാനുള്ള ഒരു എൻകറേജ്മെന്റ് ചുറ്റുഭാഗങ്ങളിൽ നിന്ന് കിട്ടണം. അതാണ് ഒരു ലീഡർക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് കൊടുക്കാൻ കഴിയുക എന്നുള്ളത്, അത് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയായി കാണേണ്ട ഒന്ന് തന്നെയാണ്. ലീഡർ ഒരു റോൾ മോഡൽ ആവണം മറ്റുള്ളവർക്ക് വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പല റോൾ മോഡലുകളും ഏതാനും ചില മേഖലയിൽ മാത്രമാണ്, അല്ലേ? ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നന്നാകാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ അല്ല നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നോ ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടിൽ നിന്നോ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ആ വിഷയത്തിൽ മാത്രമുള്ള റോൾ മോഡലാണ്. പക്ഷെ ഒരു ലീഡർ അവരേതൊക്കെ മേഖലകളിൽ കടന്നു ചെല്ലുന്നുണ്ടോ ആ മേഖലകളിൽ മുഴുവൻ റോൾ മോഡലായി മാറണം. അതിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് വിനയമാണ്. ഹമ്പിൾ ആവണം, സിമ്പിൾ ആവണം ആള്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നല്ലോ എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കണ് പ്രസിഡന്റ് പദവി നഷ്ടപ്പെട്ടിട്ട് എത്ര വർഷങ്ങളായി? 100 കണക്കിന് വർഷമായി. പക്ഷെ ഒരിക്കലും എബ്രഹാം ലിങ്കൺ ആളുകൾ മറന്നുപോയിട്ടില്ല. എല്ലാവരും എബ്രഹാം ലിങ്കണെ കുറിച്ച് പറയുന്നു. എന്താണത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തുടർന്നു വന്നിട്ടുള്ള ചില സംസ്കാരം ഉണ്ടായിരുന്നു. എബ്രഹാം ലിങ്കന്റെ പിതാവ്, ഫാദർ തോമസ് ലിങ്കൺ എന്താണ് അദ്ദേഹത്തിന്റെ പേരുണ്ട്. അദ്ദേഹം ഒരു ചെരുപ്പുകുത്തിയായിരുന്നു, ഒരു ഷൂ മേക്കർ ആയിരുന്നു. ഒരിക്കൽ സെനറ്റിലുള്ള ഒരു യോഗത്തിൽ എബ്രഹാം ലിങ്കൺ സെനറ്റ് മെമ്പേഴ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ ആ മുന്നിലുള്ള ഒരാൾ പറഞ്ഞു, പ്രസിഡന്റ്, നിങ്ങളുടെ ഫാദർ ഉണ്ടാക്കിയിട്ടുള്ള ഷൂ ആണിത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്തായിരുന്നു എബ്രഹാം ലിങ്കന്റെ മറുപടി? ഞാൻ ഈ വലിയ കസേരയിലിരിക്കുന്ന സമയത്ത്, ഈ ചെയറിലിരിക്കുന്ന സമയത്ത് ഞാൻ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ മാതൃകാ പുരുഷനായ അധ്വാനിക്കുന്ന എൻ്റെ പിതാവുണ്ട്. പിതാവ് കൈവച്ചിട്ടുള്ള മേഖലകളിൽ പിതാവിനുണ്ടായിരുന്ന ആത്മാർത്ഥതയും കഠിനാധ്വാന മനസ്ഥിതിയും എൻ്റെ ജീവിതത്തിൽ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്കുണ്ടാവണേ എന്നതാണ് ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചത്. എൻ്റെ പിതാവിനെ പോലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനത്തിലൂടെ നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതാണ് എബ്രഹാം ലിങ്കണിനെ ലോകത്തിലെ എല്ലാ ജനങ്ങളാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി മാറ്റിയത്. എബ്രഹാം ലിങ്കൺ ഒരുപാട് പ്രയാസകരമായ സാഹചര്യങ്ങൾ, ഒരുപാട് വൈതരണികൾ തരണം ചെയ്തുകൊണ്ടാണ് ലോകത്തിലെ ഒരു വലിയ രാജ്യത്തിന്റെ അധിപനായി മാറിയത്. പക്ഷേ ആ അബ്രഹാം ലിങ്കൺ ആളുകൾ ബഹുമാനിക്കുന്നത് ആ പ്രസിഡന്റ് പദവിയുടെ പേരിലല്ല, അദ്ദേഹത്തിൽ നല്ല ഒരു ലീഡറെ, നല്ലൊരു മനുഷ്യനെ കാണുന്നു. എറണാകുളത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ, ആ സമ്മേളനം നടന്നപ്പോ അതിൽ മുഖ്യമന്ത്രി വന്നു, മന്ത്രിമാര് വന്നു. ആ സമയത്തൊക്കെ അവിടെയും ഇവിടെയും ഉള്ള അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ബഹുമാനിച്ചിങ്ങനെ എഴുന്നേറ്റ് നിന്നു. പക്ഷേ ഒരാൾ കയറി വന്നു ആ ഹാളിലേക്ക്. എല്ലാവരും എഴുന്നേറ്റ് നിന്നു, പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ. അവര് വഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചല്ല, അതിനേക്കാളൊക്കെ അതീതമായി എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ആരായിരുന്നു അത്? APJ അബ്ദുൽ കലാം ആയിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നില്ല. പ്രസിഡന്റ് പദം അദ്ദേഹം അവസാനിച്ചതിന് ശേഷമായിരുന്നു. പക്ഷെ അങ്ങനെ ആയിട്ടും APJ അബ്ദുൽ കലാമിനെ ആളുകൾ ബഹുമാനിക്കാനും റെസ്പെക്ട് ചെയ്യാനും തയ്യാറായത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നതാണ്. അപ്പൊ ആ ഒരു നല്ല മനുഷ്യനാവുക എന്നത് ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നല്ല ഒരു ലീഡർ ആവുക, മറ്റുള്ളവർക്ക് മാതൃകയായി മാറാൻ സാധിക്കുക എന്നത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ഏറ്റവും വലുത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എല്ലാവർക്കും ആവശ്യമായ ഒന്നാണത്.
കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. സംസാരിക്കാൻ കഴിയണം. താൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരാളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാം. ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന ഒരു പ്രഭാഷണമുണ്ട്. കറുത്ത വർഗക്കാരുടെ നേതാവായിട്ടുള്ള മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണമാണ്. 963 അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പ്രഭാഷണം ലോക പ്രശസ്തമാണ്. കറുത്ത വർഗക്കാരനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ലോക പ്രശസ്തമായി. എന്തുകൊണ്ടാ? പ്രഭാഷണത്തിന് മനുഷ്യരെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സംസാരം വലിയ ശബ്ദ കോലാഹലങ്ങളായിക്കൊള്ളണമെന്നില്ല. നമ്മൾ സംസാരിക്കുന്ന സംസാരം വളരെ പതുക്കെയുള്ള സംസാരമാണെങ്കിലും അത് ഒരുപാട് ആളുകളുടെ മനസ്സിനെ കവർന്നെടുക്കാനുള്ള ഒരു സന്ദർഭമുണ്ട് എന്നതാണ്. അത് നമ്മുടെ എല്ലാവർക്കും പുതുതായി വളർന്നു വരുന്ന തലമുറയിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടായിത്തീരേണ്ടുന്ന ഏറ്റവും വലിയ ഒരു ഗുണമായി ആ പ്രഭാഷണ കഴിവ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവണം. അതിൽ നിന്ന് തോറ്റോടേണ്ടവരല്ല, നമ്മൾ മുന്നിൽ നിൽക്കണം. ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യുന്നവനാണ്, മുന്നിൽ നിൽക്കുന്നവനാണ്. ഏത് സമയത്തും മുന്നിൽ നിൽക്കാനുള്ള ഒരു കരുത്ത് ലീഡർക്ക് ഉണ്ടാവണം. അത് നേടിയെടുക്കാൻ ലീഡർ തയ്യാറാവണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇന്ത്യ സ്വതന്ത്രമായ ഉടനെ ബ്രിട്ടീഷുകാരനെതിരായി വൈദേശിക മേധാവിത്വത്തിനെതിരെ പടപൊരുതി ഇന്ത്യൻ ജനത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി. ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ വിരിമാറിൽ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു മരിച്ചു 1948. ആ 48 മഹാത്മാഗാന്ധി പിടഞ്ഞു മരിച്ചപ്പോ ഇന്ത്യയുടെ ചരിത്രത്തിൽ രക്തം കൊണ്ട് എഴുതിയ ദിവസമാണ്. അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1-2 സെന്റൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് 1-2 സെന്റൻസ് മാത്രമാണ്. എന്താണ് പറഞ്ഞത്? നമ്മുടെ വെളിച്ചം, ദ ലൈറ്റ് ഹാസ് ഗോൺ, വെളിച്ചം അവസാനിച്ചു. ഇപ്പോൾ എനിക്ക് ചുറ്റുഭാഗങ്ങളിലും ഇരുട്ട് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ വെളിച്ചമായിരുന്നു ഗാന്ധിജി. ആ ഗാന്ധിജി ഇന്ത്യക്കാരന്റെ കൈകളാൽ വെടിവെക്കപ്പെട്ട് പിടഞ്ഞു വീണപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ നടത്തിയിട്ടുള്ള ഈ 2 സെന്റൻസ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാര് വിതുമ്പി വിതുമ്പി കരഞ്ഞു. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒരു മഹത്വത ഉണ്ടാക്കിയെടുക്കണം. ആ സ്കില്ല് ഒരു ലീഡർക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ആ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്കില്ല് നമ്മളിൽ പല ആളുകൾക്കും ഇല്ലാത്ത, ഒരുപക്ഷെ എനിക്കും കുറവാകും. എന്താണത്? ആളുകളോട് ചിരിക്കാൻ കഴിയാന്നുള്ളത്. സ്മൈൽ, ഫ്ലഡിങ് സ്മൈൽ എന്ന് പറയാറുണ്ട്. ഓഫൺ സ്മൈൽ, ഓഫൺ, ഇടയ്ക്കിടെ ചിരിക്കുക. ഒരാളുടെ മുഖത്ത് നോക്കി നമ്മൾ ആദ്യമായി ചെയ്യുന്ന ഒരു ആക്ഷൻ അത് ചിരിയാവണം. അതിന് വല്ലാത്തൊരു പവർ ഉണ്ട്. നമ്മുടെ ചിരി ഒരു പക്ഷേ ഒരാൾക്ക് സന്തോഷമുണ്ടാക്കുമെങ്കിൽ എന്തിനാണ് നമ്മൾ ചിരി? ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഒരു ഹ്യൂജ് ഫാക്ടറി. ആ ഫാക്ടറിയിലെ മാനേജർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആ ഫാക്ടറി സന്ദർശിക്കാൻ വരും. അങ്ങനെ അദ്ദേഹം ഓരോ മേഖലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോവുക. അദ്ദേഹം കയറി വരുന്ന സമയത്ത് ആ ഫാക്ടറിയുടെ മെയിൻ ഗേറ്റിലുള്ള കാവൽക്കാരനായ സെക്യൂരിറ്റിയോട് ഒരു ചെറിയ രൂപത്തിൽ ഒരു സ്മൈൽ സംഭാവന ചെയ്തിട്ടാണ് അദ്ദേഹം പോവുക. ഫാക്ടറിയുടെ അകത്തേക്ക് പോവുക. മടങ്ങിപ്പോകുന്ന സമയത്തും അദ്ദേഹം ഇത് ആവർത്തിക്കും. ആ സെക്യൂരിറ്റിക്ക് അത് മതിയായിരുന്നു. ഒരു മാനേജറുടെ അടുത്ത് നിന്ന്, ഒരു ഇൻസ്പെക്ടറുടെ അടുത്ത് നിന്നുള്ള ഒരു ചെറിയ ഒരു ചിരി. ഒരു ദിവസം അദ്ദേഹം പോയത് കോൾഡ് ഹൗസിലേക്കാണ്. അങ്ങനെ ആ ഹൗസിന്റെ അകത്ത് കയറി അദ്ദേഹം വാതിൽ അടച്ചിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞ് മടങ്ങി നോക്കുമ്പോൾ ആരോ തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടപ്പോൾ അത് പുറത്തേക്ക് അടച്ചിട്ടുണ്ട്, കുറ്റിയിട്ടിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് കുടുങ്ങിപ്പോയി. മണിക്കൂറുകളോളമായപ്പോൾ അദ്ദേഹത്തിന്റെ അസ്ഥി തണുക്കാൻ തുടങ്ങി. ശരീരമാകെ തണുത്ത് മരവിച്ച് മരണത്തിലേക്ക് എത്തുമോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലെത്തി. അദ്ദേഹം വലിയ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരാൾ കതക് തുറന്ന് ടോർച്ചടിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അയാൾ വാരി വലിച്ച് അദ്ദേഹത്തെ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ശരീരം ചൂട് പിടിപ്പിച്ച്
വെള്ളവും ചായയും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്നപ്പോ ആ ഇൻസ്പെക്ടർ, ആ മാനേജർ ഇയാളോട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? ഞാൻ ഈ സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഞാൻ ഇതിന്റെ അകത്തുണ്ട് എന്നറിഞ്ഞത്? അദ്ദേഹം പറഞ്ഞ മറുപടി അത്ഭുതകരമാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഈ കവാടത്തിലൂടെ കടന്നു വരുന്ന സമയത്ത് എന്നോട് ഒരു പുഞ്ചിരി നടത്താറുണ്ട്. മടങ്ങിപ്പോകുന്ന സമയത്തും നിങ്ങൾ എന്നോട് ഒന്ന് പുഞ്ചിരിക്കാറുണ്ട്. ഈ പുഞ്ചിരി എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു അനുഭവമാണ്. നിങ്ങളെപ്പോലുള്ള വലിയ ആളുകളുടെ പുഞ്ചിരി മതി ഞങ്ങൾക്ക് ദിവസങ്ങളോളം, അതുമായി ഞങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ നിങ്ങൾ എനിക്ക് പുഞ്ചിരി സമ്മാനിച്ച് ഈ ഫാക്ടറിയുടെ അകത്തേക്ക് കയറിയ നിങ്ങൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു ആ പുഞ്ചിരി വീണ്ടും കിട്ടാൻ. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ ഈ ഫാക്ടറിയിൽ നിന്ന് പോയിട്ടില്ല, എന്തോ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫാക്ടറിയുടെ മുഴുവൻ സ്ഥലങ്ങളിലും ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതാണ് ഒരു സ്മൈലിന്റെ പവർ പറയുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല, ഏകദേശം എനിക്ക് അനുവദിച്ച സമയം അവസാനിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാവരും ലീഡർമാരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരായി മാറണം. നമ്മൾ എന്താണോ ഈ ജീവിതത്തിലേക്ക് കൊടുക്കുന്നത് അത് മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടുക. നമ്മൾ ചീത്ത ജീവിതത്തിലേക്ക് കൊടുത്ത് നല്ലത് തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ശിവകേരയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യു ക്യാൻ വിൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം അദ്ദേഹം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലൈഫ് ഈസ് ലൈക്ക് എൻ എക്കോ. ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രതിധ്വനിയാണ്. അതിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഒരു കുട്ടി, ചെറിയ കുട്ടി തന്റെ അമ്മയോട് തെറ്റിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു മലഞ്ചെരുവിലുള്ള അദ്ദേഹത്തിന്റെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കുട്ടി ആ മലയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. ആ കുട്ടി വിളിച്ചു പറഞ്ഞ ശബ്ദം ആ മലഞ്ചെരുവിൽ തട്ടി തിരിച്ചു വന്നു. ആ കുട്ടിയുടെ ചെവിയിലേക്ക് തന്നെ കേട്ടു, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. കുട്ടിക്ക് ഭയമായി. കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അമ്മ, ഞാനിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ആ മകളിൽ നിന്ന് ആരോ തിരിച്ചു വിളിച്ചു പറയുന്നു, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. ആ അമ്മ കുട്ടിയോട് പറഞ്ഞു, മോളെ, നീ ചെന്നിട്ട് ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറയാം. ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ആ കുട്ടി വിളിച്ചു പറഞ്ഞു, ഐ ലവ് യു, ഐ ലവ് യു. ഐ ലവ് യു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തട്ടിയിട്ട്, മലമുകളിൽ തട്ടിയിട്ട് തിരിച്ചു വന്നു. കുട്ടിക്ക് സന്തോഷമായി. ഞാൻ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവിടുന്ന് തിരിച്ച് ഐ ലവ് യു എന്ന് പറയാൻ ഏതോ ഒരാളുണ്ട് എന്നുള്ളത്. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമുക്ക് തിരിച്ചു തരാനുള്ളത്, അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ലൈഫ് ഈസ് ലൈക്ക് എൻ എക്കോ. പ്രോഫറ്റിന്റെ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രോഫറ്റിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരാൾ പ്രോഫറ്റിന്റെ അടുത്ത് നിന്ന് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ്, ഞാൻ അദ്ദേഹത്തെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ടാ പറയുന്നു. അപ്പൊ പ്രോഫറ്റ് ചോദിച്ചു, നീ അദ്ദേഹത്തെ അത് വിവരം അറിയിച്ചോ? എന്ത് വിവരം അറിയിച്ചോ? നീ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്? ഇല്ല, ഞാൻ വിവരം അറിയിച്ചിട്ടില്ല. എന്നാ പോയി വിവരം അറിയിക്ക്. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അതിയായി ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് സന്തോഷമായി. ഇന്ന് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ ഭൂമിയിൽ. ഇതാണ് നമ്മൾ മറ്റുള്ളവരെ നമുക്ക് ഇഷ്ടമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുക. അത് നമ്മുടെ സംസാരത്തിലൂടെ എല്ലാവരോടും പ്രൈം മിനിസ്റ്ററോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. നമുക്ക് പ്രൈം മിനിസ്റ്ററോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ഒരുപാട് സമയം കിട്ടണം, ഒരുപാട് താല്പര്യത്തോടു കൂടി സംസാരിക്കണം. അങ്ങനെ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ ഒരാൾക്ക് തോന്നണം, എന്നെയാണ് ഈ സംസാരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും അധികം ഇഷ്ടം എന്ന് തോന്നുന്ന രൂപത്തിൽ സംസാരിക്കുക. അദ്ദേഹത്തിന്റെ പേരിടക്കിടെ പറയാ. ഒരുപാട് 2 വർഷം 3 വർഷത്തേക്ക് പരിചയം ഉണ്ടെങ്കിലും ചില ആളുകൾ ചിലപ്പോൾ പേരറിയില്ല, അല്ലെ? അങ്ങനെ ആവാൻ പാടില്ല. പേര് പറയുക. അങ്ങനെ ബന്ധം സുദൃഢമാക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള വിഭാഗീയതകൾ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിന്റെ രണ്ട് വീടുകൾക്കിടയിൽ കെട്ടിപ്പൊക്കിയ മതിൽക്കെട്ട് പോലെ നമ്മുടെ ബന്ധങ്ങൾ ആ മതിൽക്കെട്ടുകളിൽ ഉടക്കി നിൽക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ അത്തരം കരിങ്കല്ല് ഭിത്തികൾ ഉണ്ടാക്കാൻ പാടില്ല. മനസ്സുകൾ തമ്മിൽ അടുക്കണം. അങ്ങനെ എല്ലാ മനസ്സുകളും തമ്മിൽ അടുത്ത് ഐക്യത്തോടു കൂടിയുള്ള ഒരു സൊസൈറ്റിയുടെ
നിർമ്മിതിക്ക് വേണ്ടിയാവണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഒരു പ്രയാസപരമായ വിതുമ്പലോടുകൂടി മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ചെയർമാൻ ഡോക്ടർ കെ അബ്ദുറഹിമാൻ, അദ്ദേഹത്തോളം നല്ല ഒരു ലീഡർ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെ വിലമതിച്ചിട്ട് CBSE അദ്ദേഹത്തിന് ഒരു എക്സലന്റ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. എന്തേ കാരണം? CBSE മലപ്പുറം ജില്ലക്കാരനായ ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം ഉണ്ടായിട്ട് തന്നെയാണ്. സ്വന്തം പണം ചെലവഴിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ പറ്റുന്ന കരുത്തുള്ള അധ്യാപകരെ സൃഷ്ടിക്കാൻ വേണ്ടി പണം ചെലവഴിച്ചു. അത്തരത്തിലുള്ള ഒരു ലീഡർ നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഒരു വചനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മൻസൂറെ, നീ ഹാർഡ് വർക്ക് ചെയ്ത് നിന്റെ മുമ്പിലിരിക്കുന്ന ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി നീ ഒരു സേവനം ചെയ്താൽ, നിന്റെ കുട്ടികൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു മൻസൂറിനെ പടച്ചതമ്പുരാൻ നിനക്ക് വേണ്ടി തയ്യാറാക്കുന്ന, നിന്റെ കുട്ടികൾക്ക് വേണ്ടി ഗൈഡൻസ് കൊടുക്കാൻ, മാർഗദർശനം കൊടുക്കാൻ തയ്യാറാവും. ഒരു വല്ലാത്ത ഒരു മനസ്സുള്ള ആളുകൾക്ക് ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഡോക്ടറുടെ ഓരോ പ്രവർത്തനത്തിന്റെയും വിയർപ്പ് തുള്ളികളുടെ, ആലോചനകളുടെ, സമയത്തിന്റെ വിലയാണ് അവിടെ നിൽക്കുന്ന ആ വലിയ വിദ്യാഭ്യാസ സമുച്ചയം. ആ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ നിന്ന് നിങ്ങൾ വിജ്ഞാനത്തിന്റെ എല്ലാ ഘടകങ്ങളും, അവിടുത്തെ എല്ലാ ഫെസിലിറ്റിയും വായിച്ചെടുത്ത്. എനിക്ക് ഉറക്കെ പറയാൻ കഴിയും, കേരളത്തിലെ ഒരൊറ്റ പബ്ലിക് സ്കൂളിലും എയ്സ് പബ്ലിക് സ്കൂളിലുള്ളത് പോലെയുള്ള ഒരു ലൈബ്രറി ഉണ്ടാവില്ല. അത്രയധികം പണം ചെലവഴിച്ചു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലൈബ്രറി. ആ ഫെസിലിറ്റീസ് ഒക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ലീഡർഷിപ്പ് കൂടുതൽ കൂടുതൽ വളർത്തി ഈ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ ശബ്ദം ഇതുവരെ കേട്ടുനിന്ന എല്ലാ അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ സംസാരിക്കാനുള്ള സന്ദർഭമല്ല, ഉണ്ടെങ്കിൽ തന്നെ ആളുകളെയൊക്കെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു സുഖം കിട്ടുകയില്ല ഇതിന് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് ഈ അവസരം തന്നിട്ടുള്ള എയ്സ് പബ്ലിക് സ്കൂളിലെ എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ മാനേജ്മെന്റ് അംഗങ്ങളെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും.